ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുളിങ്കറി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ട്. നമ്മളെ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണല്ലേ പുളിങ്കറി എന്ന് വെച്ചാൽ. ചിലർ പുളിഞ്ചി എന്ന് പറയും, ചിലർ പുളിങ്കറി എന്ന് പറയും, ചിലവർ മുളക് കറി എന്ന് പറയും. അങ്ങനെ പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പുളിങ്കറി. അപ്പോൾ ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. 100 പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യം നന്നായി കഴുകി വൃത്തിയായി ചെറുതായി അരിഞ്ഞു വയ്ക്കാം. അതിനുശേഷം ഇതാ നമ്മുടെ ഈ പുളി 1 മണിക്കൂർ മുന്നെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കാരണം നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞങ്ങൾ ചട്ടിയിൽ ആണ് പുളിങ്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങളിന്ന് പുളിങ്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചട്ടി കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അമ്മയുടെ സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. പുളി വെള്ളത്തിലിട്ട് വെച്ച പുളി നമ്മളിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് പുളി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കാവും നല്ലത് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നല്ലേ. നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളിതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ചണ്ടിയൊന്നും കൂടാതെ നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇടുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കതിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് ഇത് വെന്ത് വരുന്ന നമുക്ക് ഇടയ്ക്ക് നോക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കരുത്. വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര, ആവശ്യത്തിന് വേണ്ട ശർക്കരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് വേണം നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 3 കഷ്ണം ശർക്കര ഇതിലിട്ടിട്ടുണ്ട്. അങ്ങനെ അത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പൊടിക്കൂട്ടുണ്ട്, അത് തയ്യാറാക്കാം. കടുക്, ചെറിയ ജീരകം, അതുപോലെ ഉലുവ, ഈ 3ഉം ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് 3ഉം കൂടെ വറുത്തെടുക്കുക. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് കരിഞ്ഞു പോയത് ചെറുതായിട്ട് വറുത്തെടുത്ത്. അപ്പോൾ ഇത് 3ഉം അമ്മ ഓരോന്നോരോന്നായി അമ്മയിൽ വെച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. അമ്മയിൽ വെച്ച് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം ചിലവർക്ക് ചിലതിൻ്റെ ചോയ ഇഷ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനേ വേണ്ടിയിട്ട് ഞങ്ങളിത് ഓരോ ടീസ്പൂണും പൊടിച്ചത് എല്ലാം മൊത്തത്തിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അല്ലി കറിവേപ്പിൻ്റെലയും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 3 പൊടിക്കൂട്ടും ഓരോ ടീസ്പൂൺ വീതം എടുത്ത് പൊടിച്ച് ഞങ്ങൾ 3 ടീസ്പൂണും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കട്ടിയാവുന്നവരെ ഒന്ന് കത്തിച്ച് വറ്റിക്കാം. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ, അല്ലെ കരിഞ്ഞു പോകുക. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള പുളിങ്കറി റെഡിയായി വന്നിട്ടുണ്ട്.